ാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറയുന്ന സൂറത്തുണ്ട്. ഖുർആനിൻ്റെ 29-ാമത്തെ ജുസ്ഇലാണതുള്ളത്. ആ ജുസ്ഇൽ തന്നെ ജിന്ന് എന്ന് പറയുന്ന സൂറത്തുണ്ട്. മനുഷ്യനും ജിന്നും രണ്ടു കൂട്ടരും ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച രണ്ട് വിഭാഗമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അവർ അനുസരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്കെത്താം. നേരെ മറിച്ച് അവർ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ മാർഗത്തിലൂടെ, നന്ദികേടിൻ്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവർക്ക് നരകത്തിലേക്ക് പോകാം. അതിൽ സൂറത്തുൽ ഇൻസാൻ തുടങ്ങുന്നത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവർഗം, അവർക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 50 വയസ്സുണ്ട്, 40 വയസ്സുണ്ട് എങ്കിൽ ഒരു 50 വർഷം മുമ്പ് നമ്മൾ ആരാണ്? നമ്മുടെ അഡ്രസ്സ് എന്താണ്? ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് പേരില്ല, അസ്തിത്വമില്ല. നമ്മളുണ്ടാകുമോ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല. അങ്ങനെ പറയപ്പെടാൻ പറ്റുന്ന മനുഷ്യനെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടായിരുന്നു ഒരു 50 വർഷം മുമ്പ്, 60 വർഷം മുമ്പ്, 70 വർഷം മുമ്പ്. തുടർന്ന് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയാണ്. സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നാ ഹദൈനാഹുസ് സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. മനുഷ്യന് നമ്മൾ രണ്ട് മാർഗം അവൻ്റെ മുന്നിൽ തുറന്നു കൊടുത്തു. ഒന്ന് നന്ദി കാണിക്കേണ്ട മാർഗമാണ്, മറ്റൊന്ന് നന്ദികേടിൻ്റെ മാർഗമാണ്. ശുക്കൂർ, നന്ദി കാണിക്കുന്നവരായിട്ട് അവർക്ക് ജീവിക്കാം, അതുപോലെ തന്നെ നന്ദികേട് കാണിക്കുന്നവരായിട്ട് ജീവിക്കാം. അത് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ്. നന്ദിയുടെ മാർഗത്തിലൂടെ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കെത്തും. നന്ദികേടിൻ്റെ മാർഗത്തിലൂടെ അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നന്ദി കാണിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയാനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ സൂറത്തുൽ ഇൻസാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നതിനെക്കുറിച്ചും ഈ ലോകത്ത് വന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അള്ളാഹു നമുക്ക് ഈ സൂറത്തുകളിലൂടെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മളുടെ തീരുമാനപ്രകാരം നമ്മൾ വന്നതല്ല. നമ്മൾ നമ്മളെ തന്നെ സൃഷ്ടിച്ചവരുമല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഈ ലോകത്തുള്ള ഒന്നിനെയും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരുമല്ല നമ്മൾ. നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, സൃഷ്ടാവായ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, നമുക്ക് ജീവിക്കാനുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നു. ഇനി നമ്മുടെ മടക്കം നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അപ്പം എന്തിനാണ് നമുക്ക് ഈ ഒരു ജീവിതം അള്ളാഹു തആല തന്നിരിക്കുന്നത്? അത് അള്ളാഹു തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും ഇടയിലുള്ള ഈ 60 വർഷം 70 വർഷക്കാലം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനനുസരിച്ച് നന്ദി കാണിച്ച് ജീവിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ലോകത്തേക്ക് അള്ളാഹു തആല അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യവും അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കണം. ഒരു പിതാവ് തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത സമ്പത്ത് കൊണ്ട് വില കൂടിയ ഒരു വാഹനം മകന് മേടിച്ചു കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് മകനോട് പറയും,
ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലൈസൻസ് ഉണ്ടാകണം, വണ്ടി ഓടിക്കുമ്പോൾ ബൈക്കാണെങ്കിൽ ഹെൽമറ്റ് ധരിക്കണം, 3 ആൾ വെച്ച് പോകരുത്, ഇത്ര സ്പീഡിലായിരിക്കണം പോകേണ്ടത്, ഇടതുഭാഗത്ത് ചേർന്നു പോകണം. ഇങ്ങനെ കൃത്യമായ നിർദ്ദേശം വാപ്പ മകന് നൽകും. മകൻ ലൈസൻസ് എടുക്കുന്നില്ല, ഹെൽമറ്റ് ധരിക്കുന്നില്ല, വളരെ സ്പീഡിൽ 3 ആളുകളെയൊക്കെ വെച്ച് ഓടിക്കുന്നുണ്ട് എങ്കിൽ ആ വാപ്പ തന്നെ മകനിൽ നിന്നും അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാകുന്ന ബൈക്ക് തിരിച്ചു മേടിക്കും. ആദ്യം വാണിംഗ് കൊടുക്കും, പിന്നീടും അനുസരിക്കുന്നില്ല എങ്കിൽ അത് തിരിച്ചു മേടിക്കും. എന്തിന്? നമ്മളുടെ അധികാരത്തിലുള്ള, നമ്മുടെ ഓണർഷിപ്പിലുള്ള നാം ഉപയോഗിക്കുന്ന മൊബൈൽ അത് കേടായി കഴിഞ്ഞാൽ, കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കാൻ കൊടുക്കും. എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നമ്മുടെ ഓണർഷിപ്പിലുള്ള മൊബൈൽ നമ്മളെടുത്ത് കളയും. നമ്മളൊന്ന് ആലോചിക്കുക, ഞാനും നിങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കുറേ നിയമങ്ങൾ പറഞ്ഞു തന്നു, കുറേ നിരോധനകൾ തന്നു. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നില്ല എങ്കിൽ പല സന്ദർഭങ്ങളിലായി, ഘട്ടങ്ങളിലായി, പരീക്ഷണങ്ങളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് വാണിംഗ് അള്ളാഹു താല തരും. അവസാനം അള്ളാഹു താല ആ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുന്നുള്ളതാണ്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കും. ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, നമ്മൾ നന്ദി കാണിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. രണ്ടാമത്തെ സാധ്യത, നമ്മൾ നന്ദികേടോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നിട്ടും അള്ളാഹു താല നമ്മളെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബിന് നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. സമയം നീട്ടിത്തന്നിരിക്കുകയാണ്. എൻ്റെ അടിമ മടങ്ങും, ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങും. സമയം നീട്ടി പല പരീക്ഷണങ്ങളും കൊട്ടുകളും രോഗവും ഒക്കെ കൊടുത്തിട്ട് പലതരത്തിലൊക്കെ പരീക്ഷണങ്ങൾ കൊടുത്ത് ഇനിയെങ്കിലും എൻ്റെ അടിമ മടങ്ങുമെന്നൊക്കെ രീതിയിൽ അള്ളാഹു താല എങ്ങനെയെങ്കിലും അടിമകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഊറ്റിക്കൊടുക്കലാണ്. സത്യത്തിൽ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും നന്ദിയോടുകൂടിയുള്ള, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഏതൊരു അനുഗ്രഹമാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളെ അള്ളാഹു ആഗ്രഹിക്കുന്ന കൽപ്പിച്ച രീതിയിലൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകത്തിൻ്റെയും റബ്ബാണ്, രക്ഷിതാവാണ് അള്ളാഹു. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താണ്. നാവ് കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. അങ്ങനെ നമ്മൾ നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ സ്തുതിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് എന്താണ്? അർ-റഹ്മാൻ റഹീം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. ആ കാരുണ്യവാനായ റബ്ബ് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ്, റഹീം ആയതുകൊണ്ടാണ് തെറ്റുകളും പാപങ്ങളുമൊക്കെ ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ആയുസ്സിങ്ങനെ നീട്ടി ഇനിയെങ്കിലും നീ മടങ്ങ്, എന്ന് മരണം വരുമെന്ന് ഒരു ഉറപ്പുമില്ല, ഈ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതത്തിൽ നന്ദി കെട്ടവനായിട്ട് നീ ജീവിക്കല്ലേ, മടങ്ങ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നിന്നെ ഇത്ര സുന്ദരമായി സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ നന്ദികേട് കാണിക്കാൻ നിന്നെ വഞ്ചിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ എന്നോടും നിങ്ങളോടുമാണ് ചോദിക്കുന്നത്. അപ്പം അള്ളാഹു നമുക്ക് സമയം നീട്ടിത്തരാണ് ഒന്ന് മടങ്ങാൻ വേണ്ടി. നമ്മൾ ഉടനെ മടങ്ങണം. നമുക്കൊരുപാട് സമയങ്ങളൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് കാലമുള്ളൂ. ആ ഉള്ള കാലത്ത് അള്ളാഹുവിലേക്ക് മടങ്ങി നന്ദി കാണിച്ച് നമുക്ക് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ വളരെ സന്തോഷമുള്ളതായിരിക്കും. ഹംദ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ, നാവ് കൊണ്ട് പറയുന്നതിനാണ് ഹംദ് എന്ന് പറയാ. ശുക്ർ എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ മദാരിജുസ് സാലിക്കിൻ എന്നുള്ള കിതാബിൽ വിവരിക്കുന്നുണ്ട്. അശ്ശുക്റു ളുഹൂറു അസരി നിഅമത്തില്ലാഹി അലാ ലിസാനി അബ്ദിഹി. അടിമയുടെ നാവിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള നന്ദി പ്രകടനം ഉണ്ടാകുന്നതിനാണ് ശുക്ർ എന്ന് പറയുക. ശുക്ർ 2 തരത്തിലുണ്ട്. ഒന്ന് സൃഷ്ടികളോടുള്ള ശുക്ർ, നമുക്ക് ഉപകാരം ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മുതിർന്നവർ, അവരോടുള്ള നന്ദി പ്രകടനം. മല്ലാ യശ്കുരിന്നാസ് ലാ യശ്കുരില്ല എന്നാണ്.
ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും സൃഷ്ടാവായ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ശുക്ർ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ശുക്റാണ്, നാവ് കൊണ്ടുള്ള നന്ദിയാണ്. നാവ് കൊണ്ടുള്ള നന്ദിയെക്കുറിച്ച്, ശുക്റിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിനക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നീ നിന്റെ നാവ് കൊണ്ട് പറയണം. എന്ത് കിട്ടിയാലും ഏത് സന്ദർഭത്തിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എപ്പോഴും നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഖയ്യിദു അന്നിഅമ ബിശുക്ർ. അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ശുക്ർ കൊണ്ട് കെട്ടിയിടുക, അഥവാ ശുക്ർ നിങ്ങൾ അള്ളാഹുവിനെ രേഖപ്പെടുത്തണമെന്നുള്ളതാണ്. ഒരാൾ എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് എടുത്തു പറയലാണ് ശുക്ർ എന്ന് പറയൽ. ഇപ്പം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എടുത്തു പറയുക, ഫഹദ്ദിസ്. അതുപോലെ ആ ഒരു സിഫത്ത് നമ്മൾ സൃഷ്ടികളോട് നമുക്ക് കാണിക്കണം. ദാമ്പത്യ ജീവിതത്തിലൊക്കെ, മെറിറ്റൽ ലൈഫിലൊക്കെ ഒരാൾ എന്തെങ്കിലും, ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നത്, ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കുന്നത്, രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപകാരങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അവർക്കിടയിൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്നേഹം അത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഭാര്യ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി സ്മരിക്കുമ്പോഴാണ്. ഭർത്താവിനെ കുറിച്ച് നന്ദിയോടുകൂടി നാവ് കൊണ്ട് പറയുമ്പോഴാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭർത്താവിന് നഷ്ടപ്പെടുമ്പോഴാണ്, ഭാര്യയ്ക്ക് നഷ്ടപ്പെടുമ്പോഴാണ് തലാഖുകളും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് എന്ന് പഠനങ്ങൾ ഇന്നറിയിക്കുന്നുണ്ട്. ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ കുറവ് വരുമ്പോൾ അത് നെഗറ്റീവ് പറയും, അല്ലെങ്കിൽ അതിൻ്റെ കുറവ് പറയുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ നല്ല ഭക്ഷണം ഉണ്ടാക്കിയതിനെക്കുറിച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, രുചിയുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാര്യയെ നാം പുകഴ്ത്തണം. അത് ആ ഭാര്യ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഉപകാരത്തിനുള്ള പ്രത്യുപകാരമാണ്. അത് അള്ളാഹുവിനും ഇഷ്ടമുള്ള കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരോട് അവർ ചെയ്യുന്ന നന്മകൾ എടുത്തു പറയണം. ഇന്ന് 99 നന്മകൾ ചെയ്താലും ഒരു എന്തെങ്കിലുമൊക്കെ മറവി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ ഈ 99 നന്മകളും മറന്ന് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന, ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ആളുകളെയാണെന്ന് കൂടുതൽ കണ്ട് തമാശയായി പറയാറുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരെ പുകഴ്ത്തുന്നത്, നന്ദിയോടുകൂടി ഓർക്കുന്ന 2 സന്ദർഭങ്ങൾ. ഒന്ന് വിവാഹത്തിന് മുമ്പാണ്, നല്ലത് പറയും. രണ്ടാമത് പിന്നീട് ആ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ്. സത്യത്തിൽ ജീവിതം എവിടെയാണ്? വിവാഹത്തിനും മരണത്തിനും ഇടയിലാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ജീവിതം. ആ സമയത്ത് പരസ്പരം നന്ദി വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം, ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് മരണപ്പെട്ടപ്പോഴും മരണപ്പെട്ടതിന് ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് പറയുമായിരുന്നു, ഓർക്കുമായിരുന്നു, കരയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസൂയ തോന്നിയ ഏക ഒരു വനിത, പെണ്ണ്, അത് ഖദീജയാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല. പക്ഷേ അവരെക്കുറിച്ച് ഞാൻ ഒരുപാട് എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ധാരാളം ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫഅദ്റകത്നി അൽഗീറ, എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് ആ ദേഷ്യത്തിൽ പറഞ്ഞു, ഹൽ കാനത് ഇല്ലാ അജൂസ, ആ ഖദീജ എന്ന് പറയുന്നത് ഒരു കിളവിയായ പ്രായമുള്ള സ്ത്രീയല്ലേ? ഫഖദ് അബ്ദലക അല്ലാഹു അസ്സ വജല്ല ഖൈറ മിൻഹാ, അതിനേക്കാൾ സുന്ദരിയായ പ്രായം കുറഞ്ഞൊരു ഭാര്യയെ താങ്കൾക്ക് നൽകിയിട്ട് നിങ്ങൾ ആ പഴയ ഖദീജയെ ഓർത്തിരിക്കുകയാണോ എന്ന് ആയിഷ റളിയല്ലാഹു തആല പെട്ടെന്ന് അങ്ങ് ദേഷ്യത്തിൽ പറഞ്ഞുപോയി. ഫഗളിബ, നബിതങ്ങൾ ദേഷ്യപ്പെട്ടു. എത്രത്തോളം അതിൻ്റെ ഹദീസിൽ കാണാം, ഹത്ത ഇഹ്തസ്സ മുഖദ്ദമു ശഅരിഹി മിനൽ ഗളബ്, നബിതങ്ങൾക്ക് ദേഷ്യം കാരണം തലയിലുള്ള മുൻഭാഗത്തുള്ള മുടി അതിങ്ങനെ കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹി മാ അഖ്ലഫ അല്ലാഹു ലി ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ നല്ലൊരു സ്ത്രീ അള്ളാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ടത് പറയാനുള്ള കാരണം പറയാണ്,
തനിക്ക് ഖദീജ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നും എടുത്തു പറയാണ്. വഖദ് ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്. ജനങ്ങളെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോ എന്നിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജയാണ്, എൻ്റെ ഭാര്യ ഖദീജയാണ്. വസദ്ദഖതനി വകദ്ദബനി അന്നാസ്. എൻ്റെ കുടുംബം, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ എന്നെ കളവാക്കിയപ്പോ എന്നെ സത്യമാക്കിയത്, ആദ്യം സത്യപ്പെടുത്തിയത് എൻ്റെ ഭാര്യ ഖദീജയായിരുന്നു. അന്ന് ആരുമില്ല, എനിക്ക് ഖദീജയുള്ളൂ. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നത് എൻ്റെ ഭാര്യയോടായിരുന്നു. വവാസതനി മിൻ മാലിഹ ഇദ് ഹറമനി നാസ്. ജനങ്ങളെല്ലാവരും ബഹിഷ്കരണം ഏർപ്പെടുത്തി. ആ സമയത്തൊക്കെ എന്നെ ആട്ടി അകറ്റിയപ്പോ എൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചത്. വറസഖനി അല്ലാഹു അസ്സ വജല്ല അൽ ഔലാദ മിൻഹ. അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. ഇത് ഹറമനി ഔലാദുൻ നിസാ. ബാക്കിയുള്ള സ്ത്രീകളിൽ നിന്നും എനിക്ക് അല്ലാഹു തആല മക്കളെ തന്നിട്ടില്ല. ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ, എത്രയോ മുമ്പ് തനിക്ക് ഉപകാരം ചെയ്ത ഒരു സ്ത്രീ ഖദീജ റളിയല്ലാഹു മരണപ്പെട്ടു പോയി. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ മരണപ്പെട്ടു പോയി രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയോട് അതിനേക്കാളും സ്നേഹം നിന്നോടാണെന്നാ പറയാ, അല്ലേ? കാരണം അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ശരിക്കും എന്താണ്? തുടക്കത്തിൽ തനിക്ക് ഉപകാരം ചെയ്ത ആ ഉപകാരത്തെ ഒരിക്കലും മറക്കാതെ അത് ജീവിതത്തിൽ ഉടനീളം മരണം വരെ അത് ഓർത്തെടുത്ത് അത് പറയുകയും അതിനെക്കുറിച്ച് യോജിക്കുകയും ചെയ്യുന്ന മനസ്സാണ് നന്ദിയുള്ള മനസ്സ്. നമുക്ക് നമ്മുടെ ഭാര്യമാർ എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, നമ്മൾ എന്നിട്ടും കുറ്റം പറയും, കുറവുകൾ പറയും, ചീത്ത പറയും. ചിലരൊക്കെ അടിക്കും, ചിലർ ചീത്ത പറയും, വഴക്ക് പറയും, പരസ്യമായി അപമാനിക്കും. പക്ഷെ അവർ നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു നല്ല വാക്ക് നമ്മൾ പറയാറില്ല. ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അതിനുശേഷം ലാ അദ്കുർഹാ ബിസയ്യിഅത്തിൻ അബദ. ഞാൻ ഖദീജയെ കുറിച്ച് ഒരു മോശവും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അത്രക്കും ഉപകാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖദീജ ബീവി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ആ സമയത്ത് ബോധ്യപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. ജീവിതത്തിൽ തായിഫ് യാത്ര കഴിഞ്ഞ് തനിക്ക് അഭയം നൽകിയ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, മുത്ഇം ബിൻ അദി. നബി തങ്ങൾക്ക് സംരക്ഷണം ഏറ്റെടുത്ത മനുഷ്യൻ. ബദർ യുദ്ധം കഴിഞ്ഞ് ഖുറൈശികളെ, മക്ക ശത്രുക്കളെ തടവുപുള്ളികളായിട്ട് പിടിക്കപ്പെട്ടു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തനിക്ക് മുമ്പ് ഉപകാരം ചെയ്ത മുസ്ലിം അല്ലാത്ത മുത്ഇമിനെ നബി തങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. നബി തങ്ങൾ ബുഖാരിയുടെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫി ഉസാറ ബദർ. ബദറിലെ തടവുപുള്ളികളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലൗ കാനൽ മുത്ഇം ഇബ്നു അദി ഹയ്യൻ സുമ്മ കല്ലമനി ഫി ഹഉലാഇ നത്ന ലതറക്തുഹും ലഹു. ഈ സമയത്ത് മുത്ഇം ഇബ്നു അദി യാങ്ങാനം ജീവിച്ചിരിക്കുകയും ഈ തടവുപുള്ളിയുടെ വിഷയത്തിൽ ഈ തടവുകാരുടെ വിഷയത്തിൽ എന്നോട് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഞാൻ ഇവരെല്ലാവരെയും വിട്ടയക്കുമായിരുന്നു. നബി തങ്ങൾ ഓർത്തെടുക്കുകയാണ് തനിക്ക് ചെയ്ത ഒരു ഉപകാരം. അന്ന് ശത്രുപക്ഷത്താണ് മുത്ഇം. ആദ്യ സമയത്ത് വിശ്വാസിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബദർ നടക്കുമ്പോൾ മക്കക്കാരെല്ലാവരും വരുമ്പോൾ ശരിക്കും ശത്രുപക്ഷത്തായിരിക്കും മുത്ഇം ഉണ്ടാകുക. ആ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക, മുത്ഇമാകാനം ഈ ശത്രുക്കളുടെ ഭാഗത്ത് തടവുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നോട് ശുപാർശക്ക് വന്നാൽ മുത്ഇമിന്റെ വാക്ക് ഞാൻ കേൾക്കുമെന്ന് തനിക്ക് മുമ്പ് ചെയ്ത ഉപകാരത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല നന്മകളും ചെയ്തിട്ടുണ്ടാകും. നമ്മളെ ബിസിനസ് തുടങ്ങാൻ സഹായിച്ചവർ, നമ്മളെ പഠിച്ച് വലുതാക്കിയ നമ്മുടെ അധ്യാപകന്മാർ, ഉസ്താദുമാർ, നമുക്ക് പലതരത്തിലും നമ്മളോട് കരുണ കാണിച്ചവർ, നമ്മളെ വളർത്തിയവർ, വലുതാക്കിയവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ പിന്നീട് മക്കം ഫതഹിന്റെ അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതും കരയുന്നതൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ വളരെ മനോഹരമായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മയോട് എങ്ങനെ നന്ദി കാണിക്കണം, സൂറ ലുഖ്മാനിൽ തൻ്റെ മകനോട് ലുഖ്മാൻ അലൈഹിസ്സലാം ഉപദേശിക്കുന്ന സമയത്ത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഉമ്മ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഉമ്മയോട് നന്മ കാണിക്കണം,
കരുണയുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണമെന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ നമ്മളോട് എടുത്തു പറയുന്ന കാര്യം എന്താ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. എൻ്റെയും നിങ്ങളുടെയും ഉമ്മ നമ്മുടെ ഗർഭം ചുമന്നപ്പോൾ പല തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് നമ്മളെ വയറ്റിൽ ചുമന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും പകരമാകില്ല. പ്രസവിച്ചതിന് ശേഷം പാലൂട്ടിയതും അതിനുശേഷം നമ്മളെ നടക്കാനും ഇരിക്കാനും കിടക്കാനും വർത്തമാനം പറയാനും നോക്കാനും പഠിപ്പിച്ചതും തുടർന്ന് അങ്ങോട്ട് നമ്മളെല്ലാ തരത്തിലും വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെ ത്യാഗം എടുത്ത് പറയാണ്. 2 വർഷം പാല് കൊടുത്തതിനെ കുറിച്ച് വരെ ഖുർആൻ പറയാണ്. വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക. അവിടെ അല്ലാഹു തആല പറയാം, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണേ. മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന 9 മാസക്കാലം നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയിൽ തന്നില്ല. നമ്മളെ പാലൂട്ടി വളർത്തിയ പാല് തന്ന ആ 2 വർഷം നമുക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയിൽ. നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് നൽകിയിട്ടുള്ള ചുംബനങ്ങൾ പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അല്ലാഹു തആല ആ ത്യാഗങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പറയാണ് നന്ദി കാണിക്കണം. അഥവാ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ, നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ ഓർക്കാത്തൊരു കാലഘട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ ചെയ്യണേന്നാണ് പരിശുദ്ധ ഖുർആന്റെ കൽപ്പന. മാതാപിതാക്കളോടുള്ള നന്ദി എന്ന് പറയുന്നത് ആ തരത്തിലാണ് അല്ലാഹു തആല നമുക്ക് എടുത്തു പറയുന്നത്. 3 തവണയാണ് നബിതങ്ങൾ പറയുന്നത്. ആരോടാണ് സഹവസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഉമ്മയോടാണ് നീ സഹവസിക്കേണ്ടതെന്ന് നബിതങ്ങൾ പറയുന്നത് 3 തവണയാണ്. ഉപ്പയേക്കാൾ ഉമ്മയെയാണ് ഖുർആൻ, പിന്നെ ഉമ്മയുടെ ത്യാഗങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. അഥവാ അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മയോട്, ഉപ്പയോട്, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ കാണിക്കണം. കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ വിരിച്ചു കൊടുക്കണം. ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ഉമ്മയോടും ഉപ്പയോടും നന്ദി കാണിക്കാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. നാവുകൊണ്ട് നന്ദി കാണിക്കാത്തതിനെ ഉപമിക്കാവുന്നത്, നമ്മൾ ഒരാൾക്ക് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മനോഹരമായ ഒരു ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്തു. എന്നിട്ട് ഒരിക്കലും അയാൾക്ക് കൊടുക്കാതിരിക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ച് നന്ദി വാക്ക് പറയാതിരിക്കുക. ഹദീസിൽ കാണാം, ആരെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നാവ് കൊണ്ട് ജസാക്കല്ലാഹു ഖൈറ എന്നെങ്കിലും പറയണമെന്ന സുന്നത്താണത്. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പ്രതിഫലം തരട്ടെ, അള്ളാഹു ഇതിന് നിങ്ങൾക്ക് പകരം നൽകട്ടെ എന്ന്. അത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ്, നാവ് കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, നീ അത് അയാളോട് പറഞ്ഞോ? ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചോ? ഇല്ല പ്രവാചകരെ. എങ്കിൽ നീ അയാളോട് പോയി പറ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാ. അത് പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ. ഭാര്യയോട്, ഉപ്പയോട്, ഉമ്മയോട്, മക്കളോട്, മക്കൾ എത്ര വലുതായാലും അവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു വരുമ്പോൾ തൻ്റെ മകൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആ മകളുടെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു. സഹാബാക്കൾ കാണുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ലജ്ജയുണ്ടാകുമായിരുന്നു, നാണക്കേടാകുമായിരുന്നു. പക്ഷെ എന്നിട്ടും നബിതങ്ങൾ ആ നെറ്റിയിൽ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. പേരമക്കളോട് നബിതങ്ങൾ സ്നേഹം, അപ്പം നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് ജന്മം നൽകിയതിൻ്റെ പേരിൽ മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ എത്ര നന്ദി കാണിക്കണം. നമുക്ക് ഉമ്മയെ തന്നത് അല്ലാഹു, ഉപ്പയെ തന്നത് അല്ലാഹു, മക്കളെ തന്നത് അല്ലാഹു, ജോലി തന്നത് അല്ലാഹു, ഈ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യം, ആഫിയത്ത്, ജീവൻ നൽകിയത് അല്ലാഹു. ആ അല്ലാഹുവിനോട് നാം എത്ര നന്ദിയുള്ളവരാകണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത് ശുക്റിന്റെ 1-ാമത്തെ ഭാഗമാണ്. 2-ാമത്തെ ഭാഗം വഅലാ ഖൽബിഹി ശുഹൂദൻ വമുഹബ്ബതൻ. 2-ാമത് നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നാം അംഗീകരിക്കുക, അപ്രീഷിയേറ്റ്.
ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ആസ്വദിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ ഗിഫ്റ്റുകളാണ്. സൂറ നഹലിന്റെ 53-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എന്താ? അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. യാതൊരു സംശയമില്ല. മുഴുവനും ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭക്ഷണം അള്ളാഹു തന്നതാ, വെള്ളം അള്ളാഹു തന്നതാ, ജോലി അള്ളാഹു തആല തന്നതാ. അതിനുവേണ്ടി നിങ്ങളെ സഹായിച്ചവരെയും നിങ്ങൾ നന്ദിയോടുകൂടി ഓർക്കണം. പക്ഷേ ഇതൊക്കെ ആരാണ് നമുക്ക് തന്നത്? അള്ളാഹുവാണ്. ഭൗതികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വളരെ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നമുക്ക് നൽകുകയാണെങ്കിൽ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു സ്പ്രേ നൽകി, അല്ലെങ്കിൽ ഒരു ഷർട്ട് നൽകി, വസ്ത്രം നൽകി, നമ്മളത് എങ്ങനെയാണത് പ്രകടിപ്പിക്കുക? നന്ദി പറയും. സ്പ്രേ അടിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും, അവരോട് പറയും നല്ല സ്പ്രേ. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നീ തന്നത് നല്ലതാണ് എന്ന് നമ്മൾ അവരോട്, ചിലപ്പോൾ അവർ തന്ന വസ്ത്രം അവരുടെ മുന്നിൽ നമ്മൾ ധരിച്ചിട്ട് നന്ദി കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. നമുക്കൊരാളൊരു ഗിഫ്റ്റ് തരുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. അത് ആ നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നേരെ മറിച്ചൊരാൾ നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തരുമ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ അവരുടെ മുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കളഞ്ഞു കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നും. അവരതിനൊരു വിലമതിക്കുന്നില്ല എങ്കിൽ, അതിനവർ സൂക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമോ? ഇതുപോലെ അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് വിലമതിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോന്നും മുടി അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ചെറുത് വലുതല്ല. നമ്മൾ വിചാരിക്കും വലിയത് മാത്രമാണ് അനുഗ്രഹം. അല്ല, ചെറുതുപോലും മുടിയില്ലാത്തവരോട് ചോദിക്കണം മുടിയുടെ വില, അല്ലേ? ആ മുടിയുടെ വിലയെക്കുറിച്ച്. മുടി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മുടിയുള്ള ആളായിരുന്നു. നല്ല മുടിയായിരുന്നു. അതും നരച്ചിട്ടൊന്നുമില്ല. മരിക്കുന്ന സമയത്ത് പോലും 2-3 മുടികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരച്ചിട്ടുള്ളൂ. നല്ല കറുകറുത്ത മുടിയായിരുന്നു, നല്ല സൗന്ദര്യമുള്ള മുടിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറയുമായിരുന്നു, മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. ഒരാൾക്ക് മുടിയുണ്ടെങ്കിൽ ആ മുടി അവൻ ആദരിക്കണം. നബി തങ്ങൾ എണ്ണ തേക്കുമായിരുന്നു, മുടി ചീകുമായിരുന്നു. ഇത് അള്ളാഹു തആല തന്ന അനുഗ്രഹമാണ്. അത് ജട പിടിച്ച് എണ്ണ തേക്കാതെ, നോക്കാതെ, ഈരാതെ ഒരു ഹാവുലായി പോലെ ജീവിക്കുക എന്നുള്ളത് അള്ളാഹു തആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദികേടാണ് എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു തആല തിരിച്ചു പിടിക്കാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന നബി തങ്ങൾക്കൊരു ഒട്ടകമുണ്ട്. ഒട്ടകത്തിൻ്റെ പേരെന്താ? കസ്വ എന്നാണ്. എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ പേര് കൊടുക്കുന്നത്? നബി തങ്ങൾ വിലമതിക്കുകയാണ്. ഏറ്റവും വേഗതയുള്ള, ആരോഗ്യമുള്ള ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് കൊടുത്തപ്പോൾ അതിന് നബി തങ്ങൾ എത്ര സ്നേഹിച്ചു, എത്ര ആദരിച്ചു. അതിന് നല്ലൊരു മധുരമുള്ള പേര് അള്ളാഹുവിൻ്റെ റസൂൽ നൽകി. നമ്മളൊന്ന് ആലോചിക്കും, നബി തങ്ങളുടെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അടയാളമല്ല. പിന്നെ നബി തങ്ങൾ മരിച്ചതിന് ശേഷം ആ ഒട്ടകമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ്. അത് കരഞ്ഞ് 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 നബി തങ്ങളുടെ ഖബർ നോക്കിയിട്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നാണ്. ഇന്ന് മുസ്തഫാന ഹന്ന എന്ന് പറഞ്ഞിട്ട് ആ മെമ്പറിൻ്റെ അടുത്തൊരു തൂണുണ്ട്. കരയുന്ന ഒട്ടകം എന്നാണ് അതിൻ്റെ ആ തൂണിൻ്റെ അർത്ഥം. അപ്പോൾ നബിതങ്ങൾക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നബിതങ്ങൾ നന്ദി കാണിച്ചിരുന്നു, അതിനെ വിലമതിച്ചിരുന്നു. നിസാരമായ വിലയില്ലാത്ത ഒരു വസ്തുവായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ഷർട്ട്, അത് അല്ലാഹു തആല നിഅമത്തല്ലേ? നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ അല്ലാഹു തആല തന്നതല്ലേ? അതിനെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ സൂക്ഷിക്കണം. അതിനെ സൂക്ഷിക്കാതെ, വിലമതിക്കാതെ അതിനെ നമ്മൾ പാഴാക്കി കളയുന്നത് അല്ലാഹു തആല തരുന്ന അനുഗ്രഹങ്ങൾക്കുള്ള അവമതിക്കലാണെന്നുള്ള കാര്യം അതാ പറഞ്ഞത്. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നമ്മുടെ ചില ആളുകളൊക്കെ നന്ദിയുടെ പ്രകടനങ്ങൾ, ചില ആൾക്കാരൊക്കെ, ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, അനുഭവം കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം പുതിയ വസ്ത്രം മേടിക്കുമ്പോൾ, അള്ളാഹു തന്ന വസ്ത്രമാണല്ലോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്, അദ്ദേഹം ആദ്യം ധരിക്കുക വിവാഹത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കല്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് പുതിയ വസ്ത്രം ധരിക്കില്ല, ആദ്യം വെള്ളിയാഴ്ച വസ്ത്രം ധരിച്ചിട്ട് പിന്നെയായിരിക്കും അതിടുക. ഓരോരുത്തർക്ക് അവർ കാണിക്കുന്ന നന്ദി പ്രകടനം അങ്ങനെ ചെയ്യണം എന്നല്ല,
മറിച്ച് ഓരോരുത്തർക്കും എനിക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലൂടെ ആ നന്ദി പ്രകടനങ്ങൾ കാണിക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ ഹൃദയം കൊണ്ട് നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്താനും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പറഞ്ഞ നാവ് കൊണ്ടുള്ള നന്ദിയും ഹൃദയം കൊണ്ടുള്ള നന്ദിയൊക്കെ അല്ലാഹു നമുക്ക് സൃഷ്ടികളോട് കാണിക്കാനും അതിലുപരി നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിനോട് അല്ലാഹു ആഗ്രഹിക്കുന്ന രീതിയിൽ ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും നന്ദിയുള്ളവരാകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ശാക്കിരീങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ട്. വസനജിസി ശാക്കിരീൻ എന്താണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതൊക്കെ അല്ലാഹു നമുക്കും ലഭിക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.